മഹാമഹത്തിനെത്തുന്നവർ ഒരിക്കലും വിശന്ന വയറുമായി തിരിച്ചു പോകേണ്ടി വരില്ല. അത്രമാത്രം ഇവിടെ ഭക്ഷണ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. മോഹൻജിയുടെ നേതൃത്വത്തിലുള്ള അമ്മു കെയർ ഫൗണ്ടേഷനാണ് ഇവിടെ എത്തുന്ന എല്ലാവർക്കും ഭക്ഷണം നൽകുന്നത്. ഇവിടെ മോഹൻജി ചേരുന്നതിനൊപ്പം പഴയടൻ മോഹൻ നമ്പർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഭക്ഷണം തയ്യാറാക്കുന്നതൊക്കെ. നമസ്കാരം. ഇത് വലിയ ഒരു ദൗത്യമാണല്ലോ, ഈ മഹാമഹത്തിൽ എത്തുന്ന എല്ലാവർക്കും വയറ് നിറയ്ക്കുക എന്നുള്ളത്. എത്രമാത്രം ശ്രമകരമാണത്? അത് നമ്മുടെ ഒറിജിനൽ പ്ലാൻ 500 പേരായിരുന്നു. അത് പിന്നെ 2000 കഴിഞ്ഞ് 5000 ഇന്നലെ 35,000 പേരാണ് കഴിച്ചു പോയത്. അപ്പോൾ ആ ഒരു കോൺസ്റ്റൻറ്റ് എക്സ്പാൻഷൻ അത് ഹോൾഡ് ചെയ്യാൻ വിഷമമായിരുന്നു. അത് മോഹൻ ഒരുപാടുള്ളതുകൊണ്ട് മാത്രം അത് ആ ലെവലിൽ പോയതാണ്. കാരണം അതിൻ്റെ കപ്പാസിറ്റി സ്കോപ്പ് മാറിക്കൊണ്ടിരിക്കില്ലേ. പിന്നെ ആര് വന്നു കഴിഞ്ഞാലും ഭക്ഷണം ഇല്ലാണ്ട് വിശന്ന വയറോട് തിരിച്ചു പോകാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മൾ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ലെവലപ്പ് ചെയ്തു ഓരോന്നോരോന്നായിട്ട്. ശരിക്കും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം അല്ലേ? അതെ അതെ അത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യും അതിൻ്റെ ഫുൾ പ്രോസസ്സ്. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമാണ്. രാവിലെ ഉപ്പുമാവ് പപ്പടം അല്ലെങ്കിൽ ഉപ്പുമാവ് പഴം അങ്ങനെ. ഉച്ചയ്ക്ക് ഇന്നലെ 35,000 പേർക്കാണ് ഭക്ഷണം കൊടുത്തത്. അപ്പോൾ നാളെ ഞങ്ങളൊരു 50,000 താഴെ ആളെ പ്രതീക്ഷിക്കുന്നുണ്ട്. നാളെ ശരിക്കും പായസത്തോടു കൂടി സദ്യ തന്നെയാണ് കൊടുക്കുന്നത്, ലാസ്റ്റ് ഡേ ആയ കാരണം. ഇതൊരു 500 പേർക്ക് ഉപ്പുമാവ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് വരുത്തുകയാണ്. ഇവിടെ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി ഇത് അതുകൊണ്ടൊന്നും നടക്കില്ല എന്നുള്ളത്. പിന്നെ ഇങ്ങനെ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു. ഓരോ ദിവസവും ആൾക്കാരുടെ എണ്ണത്തിൽ വന്നുകൊണ്ടിരുന്നത്. വരുന്ന ആൾക്കാർക്ക് എല്ലാവരും, അതായത് വൈകുന്നേരം 5:30 വരെ ഭക്ഷണം ഉണ്ട്. ഇവിടെ ഉച്ചക്കലത്തെ ഊണ് 5:30 നമ്മൾ കൊടുക്കുന്നുണ്ട്. എപ്പോഴും വന്നാലും ഭക്ഷണമുണ്ട്. അതിന് വേണ്ടിയിട്ട് സേവാഭാരതിയുടെ വോളണ്ടിയേഴ്സ് കൃത്യമായിട്ട് അവർ കൊടുക്കുന്നുണ്ട്. മോഹൻജി ഫൗണ്ടേഷനിൽ നിന്ന് വേണ്ട സാധനങ്ങളെല്ലാം കൃത്യസമയത്ത് എത്തുന്നുണ്ട്. അത് കാരണം എഫർട്ട്ലെസ് ആയിട്ട് തന്നെ വളരെ കൂളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. കലോത്സവത്തിനൊക്കെ ഒരു കണക്കുണ്ടാവും ഏകദേശം, പക്ഷേ ഇവിടെ കണക്കൂട്ടിലേക്ക് തെറ്റിക്കുന്ന പ്രവാഹമാണ്. അതെ, തീർച്ചയായിട്ടും കലോത്സവത്തിൻ്റെ കണക്കിൽ പിന്നെ നമുക്കൊരു മാക്സിമം ഒരു 10 to 20% പ്രതീക്ഷിച്ചാൽ എക്സ്ട്രാ. ഇത് അങ്ങനെയൊന്നുമല്ല, ഇത് 20% ഒന്നുമല്ല, ഇത് 100 to 150% ആണ് ആൾക്കാർ ഓരോ ദിവസം കൂടി വരുന്നത്. പക്ഷെ നമുക്കതിനൊരു ഭഗവാന്റെ അനുഗ്രഹം പിന്നെ മോഹൻജി ഫൗണ്ടേഷൻ്റെ സ്ട്രോങ് സപ്പോർട്ടും ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇതിനുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് എത്തിക്കൽ വലിയ ബുദ്ധിമുട്ടായോ? അല്ല, അത് സോഴ്സിങ് അത്ര വിഷമം ഉണ്ടായിരുന്നില്ല. ഫണ്ടിങ് ആയിരുന്നു വിഷമം. കാരണം നമ്മളൊരു ഒറിജിനൽ ബജറ്റ് ഒന്നും നിന്നില്ലല്ലോ. കാരണം അതിങ്ങനെ സ്കെയിലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഫണ്ട് സോഴ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുവിധം മാനേജ് ചെയ്ത് പോയി. പിന്നെ ഇത് ഓർഗനൈസേഷൻ തന്നെ അറിയില്ലായിരുന്നു ഇത്രയും വലുതായിട്ട് ഇത് വരുന്നുള്ളത്. ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ലല്ലോ. ഒരു ദിവസം ശരാശരി 3 നേരം കൂടി എത്ര പേര് വരുന്നുണ്ടാവും? ഏകദേശം 35,000. ഇവിടെ 3 നേരം കൂടി, ഇന്നലെ 3 നേരം കൂടി 50,000 പേര് വന്നു. നാളെ നമ്മൾ 60,000-70,000 ആൾക്കാരാണ് നാളെ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ വരെ 25,000-ന് മുകളിലുണ്ടായിരുന്നു 3 നേരം കൂടി. അത് പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ ഒരേ ടീമാവില്ല, വേറെ ആൾക്കാർ. ഒരു ഫ്ലോട്ടിങ്, ഇവിടെ എല്ലാവരും ഫ്ലോട്ടിംഗ് ആണല്ലോ. അപ്പോൾ വരുന്ന ആൾക്കാർ മാറ്റമുണ്ട്. അപ്പോൾ ആക്ച്വലി പറയുമ്പോൾ 50,000 ഹെഡ്സ് എന്ന് പറയാം, ഡിഫറെൻ്റ് ആൾക്കാർ വെച്ചിട്ട്. അതെ, ശരിക്കും ഇങ്ങനൊരു മഹാമഹം വരുന്നു, അതിൻ്റെ ഭക്ഷണ ചുമതല ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ഭക്ഷണം എന്നുള്ളത്. അത് ഏറ്റെടുക്കുമ്പോൾ അത് ഇത്രയും വലിയ ഒരു ഇതായി വരുന്നു വിചാരിച്ചു കാണില്ലല്ലോ. ഒരിക്കലും വിചാരിച്ചിട്ടില്ല. മാത്രമല്ല അതിൻ്റെ സ്കോപ്പ് പോലും അറിയില്ലായിരുന്നു. നമ്മൾ നേരത്തെ മോഹൻ ഒരുപാട് പറഞ്ഞ പോലെ 500 പേരുടെ പ്ലാനാണ്. 500 പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള പ്ലാനാണ്. അത് 1000 2,000 ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇൻ 15 days, 15 ദിവസത്തിനകത്താണ് ഇത്രയും സ്കെയിലപ്പ് ചെയ്തത്. വലിയ ചിലവല്ലേ? ചിലവ് നല്ല പോലെ ഉണ്ട്. 3 ലക്ഷത്തിൻ്റെ മേലെ ഒരു ദിവസം ചിലവ് വരും. അതെ, ഇതിന് ആളുകളൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. നമ്മൾ അന്വേഷിക്കുമ്പോഴൊക്കെ ഒരു പ്രസാദം കഴിക്കുന്ന ഫീൽ ചെയ്താൽ പറയുന്നത്. അതെ, അങ്ങനെയാണ്. അത്രയുള്ളൂ, പ്രസാദം കഴിക്കുന്ന അത്ര കൊടുക്കുന്നുള്ളൂ. ഒരു സാമ്പാർ, ഒരു ഉപ്പേരി, ഒരു അച്ചാർ, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ എപ്പോഴും ഉണ്ട്, ഏത് സമയത്തും ഉണ്ടെന്നുള്ളതാണ്. ആ സാധനം എപ്പോൾ വന്നാലും കിട്ടും. ഫ്രഷ് ആയിട്ടേ കൊടുക്കുള്ളൂ. എത്ര പേരുണ്ട് തവണ? ഞങ്ങളിവിടെ 40 ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് ഇടങ്ങളിൽ ഇതുപോലെ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതൊക്കെ നമുക്കറിയാം. പക്ഷേ ഇവിടെ അതൊരു വ്യത്യാസമായി തോന്നുന്നുണ്ടോ ഈ ഒരു അന്തരീക്ഷവും ഈ ഒരു സാഹചര്യമൊക്കെ? തീർച്ചയായിട്ടും ഇവിടെ ഒരു ഡിവൈൻ കൺസെപ്റ്റ് ആണല്ലോ. മറ്റുള്ള സ്ഥലങ്ങളെ പോലെയുള്ള മറ്റുള്ള സ്ഥലങ്ങളിൽ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമുണ്ട്. അത് നമുക്ക് ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. ആ ഒരു ഫീലിംഗ് നമുക്ക് ശരിക്കും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങയുടെ വരും തലമുറ മാഘം 270 വർഷത്തിന് ശേഷം തിരിച്ചെത്തിയപ്പോൾ അന്നം കൂട്ടിയത് അങ്ങാണെന്ന് പറയുന്ന ഒരു അഭിമാനത്തോടെ ആയിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കണമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാ ലെവലിലും ഹിസ്റ്ററി ഇൻ മേക്കിംഗ് ആണ്. എല്ലാ ലെവലിലും. ഇതിപ്പോൾ ഈ മഹാമാഘത്തിൻ്റെ ലെവലിലും അതെ, 271 കൊല്ലത്തിന് ശേഷം. പിന്നെ അതിൻ്റെ സ്കോപ്പ് ഡെവലപ്പ് ചെയ്ത് വന്നത്, അതായത് ഒരു ചെറിയൊരു പ്രോഗ്രാം വലിയൊരു കാര്യമായി മാറിയതും അതിൻ്റെ ഇമ്പാക്റ്റും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഹിസ്റ്ററി ഇൻ മേക്കിംഗ് തന്നെയാണ്. ശരിക്കും ഒരു ആൽമരം കൺമുമ്പിൽ വളരുന്ന പോലെ തന്നെ. അതെ, അതിൻ്റെ സംതൃപ്തിയുണ്ട്, അതിനുള്ള സംതൃപ്തിയുണ്ട്. അതോടൊപ്പം തന്നെയാണല്ലോ അപ്പുറത്ത് നിളാരതി അങ്ങയുടെ ഒരു അതെ, അത് പക്ഷേ അതും ഒറിജിനലി പ്ലാൻ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞത് കാശിയിലുള്ള പണ്ഡിറ്റ്സ് തന്നെ ചെയ്യണം എന്നാണ് പറഞ്ഞത്.
അപ്പോൾ അത് അവരെ കിട്ടണ ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവരുടെ ഈ സ്റ്റേജ് മുതലെല്ലാം ആദ്യമായിട്ടാണല്ലോ, ഒന്നും റെഡിയില്ലല്ലോ, മുമ്പാരും ചെയ്തിട്ടില്ലല്ലോ ഇതേപോലെ. അപ്പോൾ അവിടുന്ന് തുടങ്ങിയിട്ട് അതും ട്രയൽ ആൻഡ് എറർ തന്നെയായിരുന്നു, പക്ഷെ അതും നല്ല ലെവലിൽ എസ്റ്റാബ്ലിഷ്ഡായി. അടുത്ത വർഷം ഇതിലൊക്കെ പാഠങ്ങൾ കുറെ കൂടി മെച്ചപ്പെടുത്തി കൊണ്ടുപോകല്ലേ? അടുത്ത കൊല്ലം നമുക്ക് കൂടുതൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കാരണം ഒരു ഐഡിയ ഉണ്ട്, ഒന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഇന്നത്തെ ഇത്തവണ പോലെയല്ല. ആണെങ്കിൽ വലിയ സംതൃപ്തിയിലാണ് സംഘാടകർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു പരാതി കേൾക്കാതെ, ഒരു പരാതി ആരെങ്കിലും പറയിപ്പിക്കാതെ എല്ലാവരുടെയും മനസ്സും വയറും നിറച്ച് എവിടെ നിന്ന് പോകാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും സംതൃപ്തി നൽകുന്ന ഒരു കാര്യം. അഖിലോട്ട് പാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.